പൂപ്പാറയിൽ അതിഥി തൊഴിലാളിയെ തലക്കടിച്ച് കൊലപ്പെടുത്തി. അതിഥി തൊഴിലാളിയായ ഈശ്വറാണ് കൊല്ലപ്പെട്ടത്. പ്രതിയും ഈശ്വറിന്റെ സുഹൃത്തുമായ മധ്യപ്രദേശ് സ്വദേശി പ്രേം സിംഗിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നു. ഇന്നലെ രാത്രി 12 മണിയോട് കൂടിയാണ് ഇത്തരത്തിൽ ഒരു സംഭവം നടന്നത്. ആക്രമണശേഷം ഗുരുതരമായി പരിക്കേറ്റ ഈശ്വറിനെ തേനി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയെങ്കിലും ബോഡി നായ്ക്കുന്നൂരിലെത്തിയപ്പോൾ മരണം സംഭവിക്കുകയായിരുന്നു. വിവരങ്ങൾ നൽകുകയായിരുന്നു അനീഷ് പി. മറ്റു വാർത്തകൾ. ആവേശം പകർന്ന് ഇടുക്കി ജില്ലാതല റിപ്പബ്ലിക് ദിനാഘോഷങ്ങൾ. ഇടുക്കി ഔഡിയ ഗ്രൗണ്ടിൽ മന്ത്രി റോഷി അഗസ്റ്റിൻ പതാക ഉയർത്തി സന്ദേശം നൽകി. ഏത് പ്രതികൂല സാഹചര്യങ്ങളെയും അതിജീവിക്കാനുള്ള കരുത്ത് രാജ്യത്തിനുണ്ടെന്നും എല്ലാ രംഗങ്ങളിലും ഭാരതം നേടുന്ന വളർച്ചയ്ക്കൊപ്പം എല്ലാ രംഗങ്ങളിലും കേരളം ലോകശ്രദ്ധ നേടി മുന്നേറുകയാണെന്നും മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞു. ഇടുക്കി ഐഡിയ ഗ്രൗണ്ടിൽ നടന്ന ജില്ലാതല റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ മന്ത്രി റോഷി അഗസ്റ്റിൻ ദേശീയ പതാക ഉയർത്തി സന്ദേശം നൽകി. ഏത് പ്രതികൂല സാഹചര്യങ്ങളെയും അതിജീവിക്കാനുള്ള കരുത്ത് രാജ്യത്തിനുണ്ടെന്നും എല്ലാ രംഗങ്ങളിലും ഭാരതം നേടുന്ന വളർച്ചയ്ക്കൊപ്പം എല്ലാ രംഗങ്ങളിലും കേരളം ലോകശ്രദ്ധ നേടി മുന്നേറുകയാണെന്നും മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞു. ഏതിനെങ്കിലും തടസ്സം സംഭവിച്ചാൽ ഒരുപക്ഷെ ജനാധിപത്യം തകരപ്പെടുമോ എന്ന് ഭരണഘടനാ ശില്പികൾ പോലും ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു. നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യം നേടിയെടുത്തപ്പോൾ ആദ്യമായി നമ്മൾ ഒരുമിച്ചിട്ട് തീരുമാനം ഏറ്റവും ശ്രദ്ധേയമായത് മതരാഷ്ട്ര സംവിധാനങ്ങളോടുള്ള എതിർപ്പായിരുന്നു. അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടിനായിരുന്നു നമ്മൾ ഊന്നൽ നൽകിയത്. അതിനെതിരെയുള്ള എല്ലാ ശക്തികൾക്കെതിരെയും വലിയപോലെ പോരാടുവാനും അതിലേക്ക് മുന്നോട്ട് പോകാനും നമുക്കൊരു ബാധ്യതയുണ്ട്. കേരളത്തിലെ അനാജാതി മതസ്ഥർ തീർച്ചയായിട്ടും നിരപേക്ഷതയുടെ പേരിൽ ഒരുമിച്ച് നിൽക്കുന്ന ഒരു സ്ഥിതി നമ്മളെ സന്തോഷിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ജനാധിപത്യ മൂല്യങ്ങളെ വെട്ടിപ്പിടിക്കാൻ നമുക്കൊരിക്കലും ബുദ്ധിമുട്ട് തോന്നിയിട്ടില്ല. വർഗീയ ശക്തികളോട് സന്ധിയില്ലാതെ പോരാടാൻ നമുക്ക് വിഷമമുണ്ടായിട്ടില്ല. ഏത് പ്രതിരോധ ശക്തികൾ വിചാരിച്ചാലും നമ്മുടെ നാട്ടിൽ ജനാധിപത്യം അതിന്റെ സൗന്ദര്യത്തോടും കരുത്തോടും കൂടി തന്നെ നിലനിൽക്കുകയാണെന്നുള്ളതാണ് ആത്മാർത്ഥമായി പറഞ്ഞത് നോക്കിക്കാണാൻ കഴിയും. 20 പ്ലാറ്റൂണുകൾ റിപ്പബ്ലിക് ദിന പരേഡിൽ അണിനിരുന്നു. പോലീസ്, വനംവകുപ്പ്, എക്സൈസ്, ഫയർഫോഴ്സ്, NCC, സ്റ്റുഡന്റ് പോലീസ്, സ്കൗട്ട്സ്, ഗൈഡ്സ് എന്നീ വിഭാഗങ്ങൾക്ക് പുറമെ കട്ടപ്പന സർക്കാർ കോളേജ്, കുളമാവ് നവോദയ വിദ്യാലയം, MRS പൈനാവ്, സെന്റ് ജോർജ് ഹൈസ്കൂൾ വാഴത്തോപ്പ്, GHSS പഴയരിക്കണ്ടം, SNHSS കഞ്ഞിക്കുഴി എന്നിവിടങ്ങളിലെ വിദ്യാർത്ഥികളും പരേഡിൽ പങ്കെടുത്തു. ജില്ലാ കളക്ടർ V. വിഘ്നേശ്വരി, ജില്ലാ പോലീസ് മേധാവി TK വിഷ്ണു പ്രദീപ്, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാജചന്ദ് നിർണാകുന്നേൽ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി തോമസ് എന്നിവരും വിവിധ രാഷ്ട്രീയ സാമൂഹിക രംഗത്തെ പ്രമുഖരും ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി.